അറബിക്കടലിൽ മുങ്ങിയ MSC എൽസ 3 എന്ന കപ്പലിലെ കണ്ടെയ്നറുകൾ കൊല്ലം ജില്ലയിലെ വിവിധ തീരങ്ങളിൽ അടിയുന്നു. തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ നീക്കം ചെയ്യാൻ MSC ഷിപ്പിംഗ് കമ്പനിയുടെ 7 റെസ്ക്യൂ ടീമുകൾ ഉടൻ എത്തും. 4 ടീമുകൾ തിരുവനന്തപുരത്ത് നിന്നും 3 ടീമുകൾ കൊച്ചിയിൽ നിന്നും എത്തും. നിലവിൽ കണ്ടെയ്നറുകൾ റോഡ് മാർഗം കൊല്ലം തുറമുഖത്ത് എത്തിക്കാനാണ് തീരുമാനം. റെസ്ക്യൂ ടീമിന് ജില്ലാ ദുരന്ത നിവാരണ വിഭാഗം സഹായം ഉറപ്പാക്കും. വിവരങ്ങളുമായി ഇപ്പോൾ രാജ്കുമാർ ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. രാജ്കുമാർ, മൊത്തം MSCയുടെ എൽസ 3യിൽ നിന്ന് കടലിലൊഴുകിയത് 43 കണ്ടെയ്നറുകളാണ്. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 7 കണ്ടെയ്നറുകൾ കരുനാഗപ്പള്ളി, കൊല്ലം താലൂക്കുകളിലായി തീരത്ത് പതിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ കണ്ടെയ്നറുകൾ വീണ്ടും തീരത്ത് അടിയാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുകയും ചെയ്യുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം, ഈ MSC ഷിപ്പിംഗ് കമ്പനിയുടെ റെസ്ക്യൂ ടീം ഈ കണ്ടെയ്നറുകൾ തീരത്തടുപ്പിക്കുന്നതിനും മറ്റ് പ്രവർത്തനങ്ങൾക്കുമായി എത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് കൂട്ടിച്ചേർക്കാൻ കഴിയുന്നത്? എത്ര കണ്ടെയ്നറുകൾ ഇപ്പോൾ തീരത്തെ കഴിഞ്ഞു? റെസ്ക്യൂ ടീം എപ്പോഴേക്ക് ഈ തീരപ്രദേശത്തേക്ക് എത്തും? സിജു, 13 കണ്ടെയ്നറുകളാണ് ഇപ്പോൾ കൊല്ലം തീരത്ത് മണ്ണോട് ചേർന്ന് അടിഞ്ഞിട്ടുള്ളത്. ബാക്കി 14 എണ്ണം തീരത്തേക്ക് ഏത് സമയത്തും അടിയാൻ വേണ്ടി ഒഴുകി ഇങ്ങോട്ടേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. അതേസമയം ഇപ്പോൾ ഈ സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ MSC ഷിപ്പിംഗ് കമ്പനി അവരുടെ നേതൃത്വത്തിലാണ് ഇതിൻ്റെ ഈ കണ്ടെയ്നറുകൾ മുഴുവനും ഇവിടെ നിന്ന് കൊണ്ടുപോവുക. ഇപ്പോൾ തന്നെ കണ്ടെയ്നറുകൾ മുഴുവനും നശിച്ചു തുടങ്ങി. അത് പിന്നെ ഇപ്പോൾ ഒരു സ്ക്രാപ്പിലേക്ക് ഇത് മാറുന്ന സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ പോകുന്നത്. നിലവിൽ ഇവർ ബാർജ് കൊണ്ടുവരാനുള്ള ഒരു നീക്കമുണ്ടെങ്കിലും പക്ഷേ തീരത്തോട് ബാർജിന് അടുത്ത് കഴിഞ്ഞാൽ ബാർജ് മണ്ണിൽ ഉറച്ചു പോകും. ആ ഒരു ആശങ്ക ഉള്ളത് കൊണ്ടാണ് റോഡ് മാർഗം കൂടി ഇതിൻ്റെ ഷിഫ്റ്റിങ്ങിനെ കുറിച്ച് അവരിപ്പോൾ ആലോചിക്കുന്നത്. ഇവരെ സഹായിക്കാൻ NDRF സംഘവും ഇവിടെ എത്തിച്ചേരും. ഇന്ന് ടീമുകളെല്ലാം പുറപ്പെട്ടിട്ടുണ്ട്. ഇന്ന് രാത്രിയാണെങ്കിലും നാളെ രാവിലെ ആണെങ്കിലും ഈ അടിയന്തരമായി ഇവിടുന്ന് നീക്കം ചെയ്യാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. നിലവിൽ കടലിൽ നിന്ന് ഒഴുകി വന്നുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ കണ്ടെയ്നറുകൾ അത് ഏതെങ്കിലും തീരത്തേക്ക് അടിയും. ഓരോ കണ്ടെയ്നറുകളൊന്നും പിടിച്ചു കെട്ടരുത് എന്നൊരു ശക്തമായ നിർദ്ദേശം ഇതിൽ ജില്ലാ ഭരണകൂടം തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് തന്നെ നൽകിയിട്ടുണ്ട്. അത് മറ്റ് അപകടങ്ങൾക്ക് വഴിവെക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നിലവിൽ 27 കണ്ടെയ്നറുകളിൽ 4 എണ്ണത്തിൽ മാത്രമാണ് കണ്ടെയ്നറിനുള്ളിൽ സാധനങ്ങൾ ഉണ്ടായിരുന്നത്. അതിൽ ഒരെണ്ണത്തിൽ തുണിയും മറ്റൊന്നിൽ മെഡിക്കൽ ഉപകരണങ്ങളും മറ്റ് 2 വേറെ ചില വസ്തുക്കളും മാത്രമായിരുന്നു. അതിൽ ഈ ഹസാർഡ്സ് ആയിട്ടുള്ള അപകടകരമായ വസ്തുക്കളൊന്നും തന്നില്ല. തേയില ഉൾപ്പെടെയാണ് അതിൽ കണ്ടെത്തിയത്. മറ്റ് വസ്തുക്കളൊന്നും അതിൽ ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രാഥമിക നിഗമനം. ഇപ്പോൾ നമ്മുടെ കസ്റ്റംസിൻ്റെ സൂപ്രണ്ട് ശ്രീ വൈശാഖ് സാറേ, ഈ നിലവിൽ ഇപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്? MSC ഷിപ്പിംഗ് കമ്പനിയാണല്ലോ ഈ റെസ്ക്യൂ ടീമുമായിട്ട് വരുന്നത്. അതെ, അവർ ടീമിനെ അസൈൻ ചെയ്തിട്ടുണ്ട്. അവരിപ്പം എത്തുമെന്നാണ് നമ്മൾ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. എന്നിട്ട് അവർ സിറ്റുവേഷൻ അനലൈസ് ചെയ്തിട്ട് എങ്ങനെ വേണമെന്നുള്ള തീരുമാനിക്കും. സാർ, ഈ കസ്റ്റംസിൻ്റെ നിങ്ങൾ ഈ റെസ്ക്യൂ ഓപ്പറേഷൻ ഇന്ന് തന്നെ തുടങ്ങുമോ? ഇവർ വന്നാൽ അത് എത്രയും പെട്ടെന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ ഈ റോഡ് മാർഗം കൊണ്ടുപോകുന്നതിനൊക്കെ സാങ്കേതികമായ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഈസിയായിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ റോഡ് മാർഗം പോകുമായിരിക്കും. മറ്റ് സ്ഥലങ്ങളിൽ തീരത്തടിഞ്ഞിരിക്കുന്നത് വഴിയില്ലാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ എങ്ങനെയായിരിക്കും അത് കൊണ്ടുപോകുക? അതാണ് പറഞ്ഞത്. ഇപ്പം വരുന്ന ആൾക്കാർ ടെക്നിക്കൽ എക്സ്പേർട്സ് ആണ്. അവർ വന്നിട്ടാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. ഇത് ഓൾറെഡി ഒരു പ്ലാൻ ഉണ്ടാവും. ഉണ്ട്, പക്ഷേ എന്നാലും ലൊക്കേഷനിലെത്താൻ അവർക്ക് കറക്റ്റായിട്ട് തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അവർ വന്നിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് എങ്ങനെ എടുക്കാൻ ചെയ്യാൻ പറ്റുന്നുള്ളത് ഏറ്റവും നല്ല സമയം. ഇതിപ്പോൾ കസ്റ്റംസിൻ്റെ ആണല്ലോ, ഇത് കസ്റ്റംസിന്റെ കൺട്രോളിലുള്ളതാണ്. അപ്പൊ ഇത് സംബന്ധിച്ചിട്ടുള്ള നടപടികളെല്ലാം കസ്റ്റംസ് പൂർത്തീകരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് ഇതുവരെ ടോട്ടൽ എത്ര കണ്ടെയ്നേഴ്സ് വന്നു എന്നുള്ള തീരുമാനം ആയിട്ടില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് ആ നമ്പറിങ് സെറ്റിലായിട്ട് നമ്മൾ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യും. അതിനേക്കാൾ പ്രയോറിറ്റി പക്ഷേ ഇപ്പോൾ ഈ പറയും പോലെ ഇത് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രയോറിറ്റി. സീഷർ പ്രൊസീജിയേഴ്സ് അതിൻ്റെ കൂടൊപ്പം തന്നെ നടക്കുന്നതാണ്. കസ്റ്റംസിന് നമ്മളൊരു പ്രാഥമികമായി പലർക്കും ഒരു ആശങ്കയാണ് ഇതിൽ ഹസാർഡ്സിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ. നിലവിൽ ഏതെങ്കിലും ഹസാർഡ്സ് എവിടെയെങ്കിലും ഉള്ളതായിട്ട് കസ്റ്റംസ് നിലവിൽ അടിഞ്ഞിരിക്കുന്ന കണ്ടെയ്നറിൽ ഉള്ളതായിട്ട് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, ഇവിടെ ഈ ശക്തികുളങ്ങര ഏരിയയിൽ നമുക്ക് ഇതുവരെ അങ്ങനെയുള്ള ഒന്നും റിപ്പോർട്ട് നിലവിൽ ഇപ്പോൾ ഈ കേരള തീരത്തടിഞ്ഞിരിക്കുന്നു. ഇല്ല, ഇതുവരെ നമുക്കൊന്നും റിപ്പോർട്ടായിട്ടില്ല. പിന്നെ ഇത് ടോട്ടലി കൺട്രോൾ ചെയ്യുന്ന ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്നാണ്. അപ്പോൾ ഹെഡ് ക്വാർട്ടേഴ്സിന് കറക്റ്റായിട്ടൊരു കണക്കുണ്ടാവത്തുള്ളൂ. ഇവിടെ ഈ ഏരിയയിലുള്ളതിൽ നമുക്ക് പ്രത്യേകിച്ച് ഹസാർഡസായിട്ടുള്ളതൊന്നും അടിഞ്ഞിട്ടില്ല. നിലവിൽ ഇപ്പോഴും കടലിൽ പലതും ഒഴുകി. ശരി രാജ്കുമാർ, ഏതായാലും കസ്റ്റംസ് ഉദ്യോഗസ്ഥന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് ഏറ്റവും ഒടുവിലായി മനസ്സിലാക്കാൻ കഴിയുന്നത് അപകടകരമായ വസ്തുക്കളൊന്നും കൊല്ലം തീരത്ത് അടിഞ്ഞിട്ടില്ല. നിലവിൽ 13 കണ്ടെയ്നറുകൾ അടിഞ്ഞതിൽ 4 എണ്ണത്തിൽ മാത്രമാണ് ഈ വസ്തുവകളുള്ളത്. ബാക്കിയെല്ലാം കാലിയാണ് എന്നുള്ള ഒഴിഞ്ഞ കണ്ടെയ്നറുകളാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ ഈ തീരത്തടിയുന്ന കണ്ടെയ്നറുകളുടെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് കസ്റ്റംസാണ്. MSC കമ്പനിക്ക് കടലിൽ ഒഴുകി കിടക്കുന്ന ആ കണ്ടെയ്നറുകൾ നീക്കാൻ MSC കമ്പനിക്ക് കഴിയുകയും ചെയ്യും. ഏതായാലും റെസ്ക്യൂ ടീം ഉടൻ തന്നെ എത്തുമെന്നുള്ള വിവരങ്ങളാണ് രാജ്കുമാർ പങ്കുവച്ചത്.